ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അത് ഞാൻ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം അല്ലാതെ എന്റെ അച്ഛന്റെ കയ്യിലെ പണമോ എന്റെ സ്വർണമോ കണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. അത് തന്നെയാണ് നീയും വസുധയും തമ്മിലുള്ള വ്യത്യാസം. അവൾ കിട്ടിയ മുഴുവൻ പണവും അവൾ അതുപോലെ എനിക്കൊണ്ട് തരിക ചെയ്തത്. അതുകൊണ്ടാ എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ വസുധയല്ല രജിത. വസുധയെ പോലെ എന്റെ തലയ്ക്ക് ഓളവുമില്ല. സ്വന്തം അച്ഛനമ്മമാര് അവൾക്ക് വേണ്ടി സമ്പാദിച്ച പണം മുഴുവൻ ഇപ്പൊ എവിടെയാ? നിങ്ങളൊക്കെ അത് പുട്ടടിച്ച് തീർത്തില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് തികഞ്ഞോ? അതുമില്ല. ഇപ്പൊ ചേട്ടനും അനിയത്തിമാരിൽ നിന്ന് ന്യായം പറയുന്നു. കഴിഞ്ഞു പോയതിനെ കുറിച്ച് വിസ്തരിക്കാൻ നിൽക്കണ്ട. അല്ല, നീ എന്തിനാ അമ്മയെ കാണാൻ പോയത്? അതെന്നോട് പറഞ്ഞില്ലല്ലോ. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചെനിക്ക് മടുത്തു. നേരം വെളുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇറങ്ങിപ്പോയാ പിന്നെ നട്ടപ്പാതിരൊക്കെ ആയിരിക്കും കയറി വരിക. അമ്മയെ കൊണ്ടുവരാൻ തന്നെയാ ഞാൻ പോയത്. പക്ഷെ നിങ്ങളുടെ അല്ലേ അമ്മ. ഭാഷയുടെ കാര്യത്തില് നിങ്ങളുടെ 4 ഇരട്ടി അമ്മയ്ക്ക്. ആ കാര്യത്തിൽ അമ്മ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ ഞാനിതിൽ ഇടപെടാത്തത്. അമ്മേ, ഞാൻ ഇറങ്ങുവാ. സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരിയമ്മേ, അച്ഛനോട് പറഞ്ഞേക്ക്. അമ്മേ, ഡ്രസ് മുഴുവൻ നാശമാക്കി ചെറുക്കൻ. അയ്യോ അയ്യോ, അമ്മേ. മൊത്തം നനച്ചല്ലോ. സോറി ആന്റി, ഞാൻ കണ്ടില്ല, അറിയാതെ പറ്റിയതാ. അറിയാതെ പറ്റാൻ നീ എന്താ കണ്ണു പൊട്ടനോ? ഈ ചെറുക്കൻ മനഃപൂർവ്വം ചെയ്തതാമേ. തിന്നിട്ടേ എല്ലിന്റെ ഇടയിൽ കയറിയിട്ടുണ്ടാവും. അമ്മ നല്ല സൂത്രമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ ഇരുന്ന് സൂചിച്ച് ശീലിച്ചതല്ലേ. അറിയാതെ പറ്റിയതാ, ഞാൻ കണ്ടില്ല. അതല്ലേ സോറി പറഞ്ഞത്. സോറി പറഞ്ഞ പിന്നെ എല്ലാം ആയല്ലോ. എത്ര പൈസയുടെ ഡ്രസ്സാണെന്ന് അറിയോ? ആ തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ദ്രോഹിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും കളയരുതെന്ന്. ആ, എന്നാലല്ലേ കാര്യം നടക്കൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാ രണ്ടുപേർക്കും കൂടെ താമസാക്കാലോ. അത് രണ്ടുപേരുടെ ആശ മാത്രമാണ്. നിന്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചാണോ ചെറുക്ക? എന്റെ അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ചേച്ചി ഇങ്ങ് വന്നേ. ഓ പിന്നെ അവള് വന്ന പിന്നെ എന്നെ അങ്ങ് മൂക്കി കയറ്റും. ഓ അടച്ച് മിണ്ടാ നിക്കടാ. ഞാൻ എന്റെ ചേച്ചിയല്ലേ വിളിച്ചേ. ചേച്ചി ഏത് വകുപ്പിലാണാവോ ചേച്ചിയായത്? സാമർത്ഥ്യം അല്ലാതെ പിന്നെന്താ? ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന ഗിരിയെ പറഞ്ഞാ മതിയല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ അതിനും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവന്റെ വീട് അവന്റെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞു നിന്നാ നമ്മൾ ആദ്യം ഇറങ്ങേണ്ടി വരും. അമ്മ അത് മറക്കണ്ട. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മോളെ? ഇതിനെയൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുവരുമെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ആ നീ എങ്ങോട്ടാ അകത്തേക്ക്? ഇവിടെ നിക്കടാ. ഡ്രസ് മുഴുവൻ അഴുക്കാക്കിട്ട് അവൻ മെല്ലെ തടിയൂരുന്നുണ്ടില്ലേ? ചേച്ചി എനിക്ക് പോണം. എങ്കിൽ പിന്നെ നീ പോന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ചേച്ചി നീ അവനെ വിട്. നിനക്ക് അത്ര സാമർത്ഥ്യം പാടില്ല. നിന്നോടല്ലേ പറഞ്ഞ ആ ചെറുക്കൻ അങ്ങ് വിടാൻ? നീ ആ ഡ്രസ്സ് മാറി കോളേജിൽ പോകാൻ നോക്ക്. ഇനിയിപ്പൊ വയ്യ. ആ ജന്തു കാരണം പോവാനുള്ള മൂടങ്ങ് പോയി. ആ ഇനിയിപ്പൊ നാളെ ആവട്ടെ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോയാലോ? എന്താ, എന്തു പറ്റി? എടോ, തൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോയാലോ? അതൊന്നും വേണ്ട, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൻ്റെ മുഖത്തൊക്കെ നല്ല തളർച്ചയുണ്ട്. അത് ഇന്നലെ പേടിച്ചു പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ, ആർക്ക് പേടി? ഞാൻ പേടിച്ചൊന്നുമില്ല. അത് ശരിയാ, പേടിക്കാനും വേണമല്ലോ മിനിമം ബോധം.
താൻ അപ്പം തന്നെ ബോധം കെട്ടതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ബോധമില്ലാത്ത ആള് എങ്ങനെ പേടിക്കാനാ? ആ അതെനിക്ക് തല ഇറങ്ങിയതാ. എന്നാലും താൻ സമ്മതിക്കരുത് ബോധം പോയതാന്ന്. എടോ, താൻ പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ ആരോടും പറയില്ല. അതിനിപ്പോ എന്താ ഇത്ര ചിരിക്കാൻ? വണ്ടിയൊക്കെ ആക്സിഡന്റ് ആവുമ്പോ ആർക്കായാലും പേടിയാവും. ആ, ഇതിപ്പോ വണ്ടി ആക്സിഡന്റ് ആയതല്ലല്ലോ വിഷയം. അതിനു മുന്നേ താൻ പേടിച്ച് ബോധം കെട്ടിരുന്നു. അതിപ്പോ ആരായാലും പേടിച്ചു പോകും. അതിലിത്ര ചിരിക്കാനൊന്നുമില്ല. ശരി മാഡം, ഞാൻ ചിരിക്കുന്നില്ല. പോരെ. അതൊക്കെ പോട്ടെ. ഇങ്ങനൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വരണമെന്നാണോ താൻ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? പിന്നെ വരാതെ എല്ലാം ഒന്ന് ഒത്തു വന്ന പോലെ എനിക്ക് തോന്നുന്നേ. അധികം ആളുകളുടെ ശ്രദ്ധയെത്താത്തൊരു ഉൾപ്രദേശം ആയതുകൊണ്ട് അതിന്റെ ഒരു സമാധാനമുണ്ട്. എൻ്റെ അഭിപ്രായം താൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഉറപ്പിച്ചാൽ മതി എന്നാണ്. ഇവിടെ അത്ര സേഫ് അല്ലെന്ന് ടീച്ചർ എന്നെ പറഞ്ഞു. പക്ഷേ ഇതുപോലെ സൗകര്യമുള്ളൊരു സ്ഥലവും ജോലിയും വേറെ കിട്ടും എനിക്ക്. ഇതാവുമ്പോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അധികം പേടിക്കാനില്ലല്ലോ. അവർക്കും എൻ്റെ കൂടെ നിൽക്കാമല്ലോ. കുഞ്ഞുങ്ങളെ കൂടി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള മറ്റെവിടെയെങ്കിലും നോക്കാം നമുക്ക്. പിന്നെ ഇത് നൃത്തമാണല്ലോ. അത് ഞാൻ പഠിച്ചത് വെറുതെ ആയി പോയെന്നോർത്ത് എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തീരാനായിരിക്കും ദൈവനിയോഗം. തൻ്റെ പാഷൻ എന്ന രീതിയിൽ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അല്ലാതെ കുഞ്ഞിനെ വളർത്താൻ വേണ്ട എന്ന രീതിയിൽ താൻ ഒരിക്കലും ഈ ജോലിയെ കാണണ്ട. കാരണം അവനല്ലാതെ തന്നെ 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള ആസ്തിയുണ്ട്. എനിക്കും എൻ്റെ കുഞ്ഞിനും ആ ആസ്തി വേണ്ടാന്ന് വെച്ചിട്ടാ. എടോ, അവിടെയാണ് താനൊന്ന് റീതിങ്ക് ചെയ്യേണ്ടത്. കാരണം അത് അവൻ്റെ മുതുമുത്തശ്ശന്മാർ സമ്പാദിച്ചു വെച്ചതാ. അവനതിന് അവകാശവുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരാവശ്യത്തിന് അത് ഉപകരിക്കില്ലെന്ന് ആര് കണ്ടു? അവനും വളർന്നു വരികയാണല്ലോ. ഞാൻ അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. എന്തോ ആ പണത്തിനോട് എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല. ഏതായാലും എടുത്തു ചാടി ഇപ്പോൾ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാനായിട്ടൊന്നിനും പോകുന്നില്ല. പക്ഷേ പുറകെ വന്ന് ഉപദ്രവിക്കാതിരുന്നാ മതി അവര്. ആ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. തനിക്ക് ഒന്നും വേണ്ടാന്ന് കേട്ടാൽ അവർ പിൻവാങ്ങില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് അവർക്ക് കിട്ടേണ്ടി വരും. അത് കിട്ടാതെ അവർ നമ്മളെ വിടില്ല. മോന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഞാൻ തനിച്ചാണെങ്കിൽ സാരമില്ല. എൻ്റെ മക്കള് അവർക്കൊരാപത്തും സംഭവിക്കാതിരുന്നാ മതി. അതേ ഒരു പേടിയുള്ളൂ. അതിനേക്കാൾ നല്ലത് ഞാൻ ഇല്ലാതാവുകയാ. എടോ, താനിങ്ങനെ ടെൻഷനാവാതെ. ഇനി താൻ തനിച്ചല്ല. തനിക്ക് മക്കൾക്കും എന്താവശ്യത്തിനും ഞാനുണ്ട്. അത് എൻ്റെ മകളെ സ്വന്തം മകളായി കാണുന്നതുകൊണ്ട് മാത്രമല്ല, തനിക്കൊരു നല്ല മനസ്സുണ്ട്. ജീവിതത്തോട് പൊരുതി നിൽക്കാനുള്ള തൻ്റെ ഇടവുമുണ്ട്. പിന്നതിന് തോറ്റു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീഴുമെങ്കിലും അതൊന്നും മറക്കരുത് നമ്മൾ. ഏതായാലും സച്ചുവിനോടും അയിനുവിനോടും പറയാൻ ഒരു വിശേഷമായല്ലോ. എനിക്ക് സന്തോഷമായി. ദേ, കുട്ടികളോട് പറയരുത് കേട്ടോ. അവരെന്നെ കളിയാക്കും. പ്ലീസ്. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. പറഞ്ഞാ പിന്നെ ഞാൻ ഒരിക്കലും മിണ്ടില്ല. എടോ, അത്ര കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഞാൻ പറയുന്നില്ല. പോരെ. സുധീറേ, അതെയാ, അവ ഇവിടെ ഇല്ലല്ലോ. ഛേ, ഇല്ലെന്നോ? ഇത് അവന്റെ ഓഫീസല്ലേ? അതെ, ഇത് അവന്റെ സ്വന്തം കമ്പനി ആയിരുന്നില്ല. അവൻ ഇവിടെ ഒരു ഷെയർ ഉണ്ടായിരുന്നത് മാത്രം. പക്ഷെ കഴിഞ്ഞ ആഴ്ച കമ്പനിയിൽ നിന്ന് വലിയൊരു എമൗണ്ട് തിരിമറി നടത്തിയതിന് അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാ. നീ എന്തായി പറയുന്നേ? നീ തമാശ കളിക്കല്ലേ?
അല്ല, ഞാൻ സത്യ പറയുന്നത്. അവൻ ഓഫീസിൽ വന്നിട്ട് 5 ദിവസമായി. വീട്ടിലോട്ട് ചെല്ലുമ്പോ അവൻ ഓഫീസിലെന്നാ എടാ, പറയുന്നത്. അവൻ പോവാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും പോയി നോക്കി, അവിടെ ഒന്നും ആരുമില്ല. എങ്കിലെന്തോ ചതി പറ്റിയിട്ടുണ്ട്. അവന്റെ ഫോൺ ഓഫാ. ഇനി എന്താ ചെയ്യാ? ആ കാശ് അതെന്റെ പോലും അല്ല. അളിയ, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് അന്വേഷിക്കാടാ. എന്ത് വിഷമിക്കാതിരിക്കാൻ? 1-2 രൂപയല്ല പോയിരിക്കുന്നത്, ലക്ഷങ്ങളാ ഞാൻ എവിടുന്ന് കൊടുക്കാൻ? ഈ കമ്പനി സെയിൽ ചെയ്യാനോടെന്ന് പറഞ്ഞിട്ടോ അവനോട് കാശ് വാങ്ങിയത്. ഒന്നുകിൽ കമ്പനി ഷെയർ, അല്ലെങ്കിൽ എന്റെ പൈസ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണം. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യാനാടാ? കമ്പനിയായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോന്ന് പോലും അന്വേഷിക്കാതെ നമ്മൾ അവന് കാശ് കൊടുത്തില്ലേ? അപ്പൊ എന്റെ പണം അത് ഞാൻ മറന്നു കളയണോ? എടാ, നീ എന്താടാ പറയുന്നേ? എടാ, നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. ആരെന്ത് പറഞ്ഞാലും എന്റെ പാർട്ണർ എനിക്കൊന്ന് കാണണം. എന്റെ പൈസ എനിക്ക് തിരിച്ചു ചോദിച്ചേ പറ്റൂ. പ്രാക്ടിക്കൽ ആവൂ. ഏയ്, സുധീർ അവിടെ. എന്താ ഇവിടെ ബഹളം വെക്കുന്നത്? സെക്യൂരിറ്റി, ഇവരൊക്കെ ആരാ? എനിക്കറിയില്ല സാറേ, കുറെ സമയം അവർ വന്നിട്ട് സുധീർ സാറിന് അന്വേഷിക്കുന്നുണ്ട്. സുധീറിന് ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല. ആ കാര്യം പത്രത്തിൽ വരെ കൊടുത്തതാ. അതൊന്നും അറിയാതെ ഏത് വീട്ടിൽ എവിടെ വന്ന് ബഹളം വെക്കുന്നേ? സാർ, കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്യാണെന്ന് പറഞ്ഞ് സുധീർ എന്നോട് ലക്ഷങ്ങളാ വാങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി എമൗണ്ട് കൊടുത്തത്. രാത്രിയോ? രാത്രി എങ്ങനെ അങ്ങോട്ട് കൊടുത്തേ? അത് ബാറിൽ വെച്ചാണ് സാർ. രാവിലെ ഇവിടെ വന്ന് റെസിപ്റ്റ് വാങ്ങിക്കാനും പറഞ്ഞു. തനിക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇതുപോലുള്ള ഇടപാടുകൾ നടത്താൻ പറ്റിയ സ്ഥലം വല്ലതാണോ ബാറ്? തന്നോട് ആര് പറഞ്ഞു ബാറിൽ വെച്ച് ഡീൽ നടത്താൻ? അവൻ എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ് സാർ. അതുകൊണ്ട് പറയണ അവനെ വിശ്വസിച്ചാ കൊടുത്തേന്ന്. സാർ, അതെ സാർ. എങ്കിൽ അവന്റെ പറയല്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ പണം ഇവിടെ കിട്ടിയിട്ടില്ല. അയാളെ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തതാണ്. അതും പണം തട്ടിയെടുത്ത കേസ് തന്നെ ആയിരുന്നു. സെക്യൂരിറ്റി, പോലീസിനെ വിളിക്കേ. വിളിച്ചിട്ടുണ്ട് സാറേ, ഇപ്പൊ എത്തുവര്. സാർ, സാർ, ഞാൻ വരില്ല. സാർ, ഞാൻ വരില്ല. സാർ, ഒന്നും ചെയ്യരുത്. എന്റെ കാശ് കിട്ടാതെ ഞാൻ വരില്ല. ഞങ്ങൾ നിരപരാധിയാ സാർ. എന്റെ കാശ് സാർ, ആ സുധീർ സാർ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിടാൻ. സാർ, പ്ലീസ്. എന്റെ പണം സാർ, വാങ്ങി പ്ലീസ്, വെച്ച് പറയുന്നത് എന്നെ മനസ്സിലാക്കുക സാർ. പോലീസിനെ സാർ, പ്ലീസ്, വേണ്ട. വിടില്ല അവരെ തന്നെ. സാർ, 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 ഒന്ന് മനസ്സിലാക്കുക സാർ. അയ്യോ മോളെ, മോളെ ഒന്ന് ഓടി വാ മോളെ. എന്താ മോളെ, റൂമിൽ വെച്ചിരുന്ന എന്റെ മാല കണ്ടായിരുന്നോ? മാലയോ? അമ്മ എവിടെ വെച്ചത്? റൂമിലെങ്ങാനും കാണും. ഞാനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. റൂമിൽ തന്നെയാ വെച്ചത്. കുളിക്കാൻ പോകുമ്പോ ഞാൻ ആ ടേബിളിൽ വെച്ചതാ. ഇപ്പൊ കാണുന്നില്ല. നല്ലോണം നോക്കമ്മേ, അവിടെ താഴെ എങ്ങാനും വീണിട്ടുണ്ടോ നോക്ക്. നിങ്ങൾ കണ്ടായിരുന്നോ എന്റെ മാല? പിന്നെ നിങ്ങളുടെ മാല എടുത്തു വെക്കലല്ലേ എന്റെ പണി. ശ്ശോ, അതിന് മാല എടുത്തോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, കണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ. ദേ ജാനകിയമ്മേ, ഇവളുടെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് എന്റെ മകന്റെ ഔദാര്യം പറ്റി തിന്നു കൊഴുത്തിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുന്നോ? ഇറക്കി വിടും ഞാൻ. അതിന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ദേഷ്യം വരുന്നത്? നിങ്ങളാണ് എടുത്തതെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? മാല ഞാൻ ഈ വീട്ടിനകത്ത് തന്നെയാ വെച്ചത്. ഇവിടെ ഞാനും നിങ്ങളും എന്റെ മകളും അല്ലാതെ പുറത്തൊന്നും ഒരാളും ഇല്ല. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ മകളോട് ചോദിച്ചു നോക്ക്. ആ മാല നിങ്ങളുടെ മകളെടുത്താ പുളിക്കോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കിവിടെ ഒരു കുറവും വരാതെയാ എന്റെ മകൻ എന്നെ നോക്കുന്നത്. മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അയ്യോമ്മേ, ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല. എനിക്കെന്തിനാ അമ്മയുടെ മാല? ഇവളെടുക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താ നിങ്ങളുടെ സംശയം? പറ, ഞാനൂടി ഒന്ന് കേക്കട്ടെ. എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിക്കല്ലേ. മാല എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് തിരിച്ചു തരുന്നതാ നല്ലത്. ആഹാ, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യോ? സഹദേവൻ ഒന്നിങ്ങ് വന്നോട്ടെ. അമ്മയും മോളും ഈ പടിക്ക് പുറത്തായിരിക്കും. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ കളിയാക്കുന്നോ? ഉള്ളത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് ഔദാര്യം കാണിച്ചപ്പോ എന്റെ തലയിൽ കയറുന്നോ? ആഹാ, അമ്മ ഒന്നിങ്ങ് വന്നേ. മാല അകത്ത് എവിടെങ്കിലും ഉണ്ടാവും, നമുക്ക് പോയി നോക്കിയെടുക്കാം. അവിടെയൊക്കെ ഞാൻ നോക്കിയതാ. എനിക്ക് ഉറപ്പാ ഇതാരോ എടുത്തതാ. ദേ പെണ്ണുമ്പിള്ളെ, ഇനി എങ്ങനെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് എന്നെ അറിയില്ല. നിഷേ, നിനക്ക് ഈ വീട്ടിൽ നിക്കണമെന്നുണ്ടെങ്കിൽ സഹദേവനോട് ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക.
ഇല്ലമ്മേ, അമ്മയ്ക്ക് ഓർമ്മയില്ലഞ്ഞിട്ടാവും. ഞാൻ അവിടേക്കൊന്ന് നോക്കട്ടെ. ഈശ്വര, എന്റെ മാല എടുത്തവരുടെ തലയിൽ ഇരുത്തി വീഴണേ. എന്റെ സനീഷ് മുമ്പ് ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതാ. അത് എടുത്തവർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്റെ ഭഗവതി. ഇനി ഞാൻ എന്താ ചെയ്യ? ആകെ ഉണ്ടായിരുന്ന ഇത്തിരി സ്വർണ്ണമായിരുന്നു, അതും പോയി. അപ്പൊ ഈ കഴുത്തി കാണുന്നതൊക്കെ എന്താ? അതെന്റെ വലിയ മാലയാ. ഒരു 10 പവനെങ്കിലും ഉണ്ട്. അതെന്താ ഒരു ഉറപ്പില്ലാത്തതുപോലെ? എത്ര പവനുണ്ടെന്ന് അറിയില്ലേ? അത് വസുധ മരിച്ചപ്പോ സനീഷ് മോൻ എനിക്ക് തന്നതാ. ആ, എന്നിട്ട് വസുധ തിരിച്ചു വന്നപ്പോ എന്താ തിരിച്ചു കൊടുക്കാത്തത്? വെറുതെ അല്ല കളഞ്ഞു പോയത്. അമ്മ ഇങ്ങ് വന്നേ, നമുക്ക് പോയി അകത്തൊക്കെ നോക്കാം. എന്റെ മാല വിടടി എന്നെ. സർ, ഞാൻ മോഹൻ മേനോൻ. എനിക്ക് മനസ്സിലായി. ഫീനിക്സിന്റെ ഓണർ അല്ലേ? അതെ. ഈ നിൽക്കുന്നത് എന്റെ മരുമകനാണ്. ഇതെന്റെ മകൾ. ഇവളുടെ ഭർത്താവാണ് സാർ ഇന്ന് അറസ്റ്റ് ചെയ്ത സനീഷ്. ആഹാ, നിങ്ങളുടെ മകളുടെ ഭർത്താവാണ് ഇയാള്. എന്നിട്ടാണോ ഇത്ര വലിയ ട്രാപ്പിൽ പോയി പെട്ടത്? ഇത്ര ബുദ്ധിയില്ലേ ഇയാൾക്ക്? ഒരു തെളിവില്ലാതെ ആരെങ്കിലും പണം ഒരുമിച്ച് അങ്ങനെ കൊടുക്കുമോ? എന്താണ് സാർ സംഭവിച്ചത്? എനിക്ക് കാര്യമൊന്നും അറിയില്ല. മോളെ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ കാര്യം പോലും ഞങ്ങൾ അറിയുന്നത്. ഞാൻ പറയാം. ഏതോ കമ്പനി ഷെയർ കൊടുക്കാവുന്നോ, കമ്പനി മുഴുവനായി കൊടുക്കാവുന്നോ മറ്റോ വാഗ്ദാനം ചെയ്ത് ആരോ മൂപ്പറുടെ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. കാശ് കൊടുത്തതിന്റെ റെസിപ്റ്റ് വാങ്ങാൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അവിടെ അങ്ങനെ ഒരാളെ ഇല്ലെന്നുള്ള കാര്യം അറിയുന്നത്. അവിടെ വെച്ച് നടത്തിയ പരാക്രമം കാരണം ഓഫീസിലുള്ളവർ പോലീസിനെ വിളിച്ചതാണ്. എത്രയാണ് സാർ എമൗണ്ട്? അതിവൻ കൃത്യമായി പറയുന്നില്ല. ലക്ഷങ്ങൾ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായ ഒരു തുക പറഞ്ഞിട്ടില്ല. അതറിയാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? കേസ് കൊടുക്കാൻ പറയുമ്പോൾ അവിടെ ഒരു ഉരുണ്ട് കളിയാണ്. എന്തോ ഒരു ഉടായ്പുണ്ട് ആൾക്ക്. അപ്പോ മിക്കവാറും എന്റെ പണമാകാനാണ് സാധ്യത. എന്റെ കുറച്ച് പണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതായിരിക്കും പുതിയ കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അമ്മായിച്ചന്റെ പണം എടുത്താ കളിച്ചല്ലേ? തനിക്ക് നാണമില്ലേ? സ്വന്തം പണം എടുത്താണ് കളിച്ചെങ്കിൽ സാരമില്ല. മറ്റൊരാളുടെ പൈസ എടുത്ത് ഇതുപോലൊരു ഇടപാട് നടത്താൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഭാര്യയുടെ പണം പോലുമല്ല. ഭാര്യയുടെ പണമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അവകാശം പറയായിരുന്നു. ഇതിപ്പോ ഭാര്യയുടെ അച്ഛൻ സമ്പാദിച്ച പണം എടുത്ത് ഇപ്പോഴേ ചെലവാക്കി തുടങ്ങി. അവൻ ആ പണം മോഷ്ടിച്ചതാ സാറേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരും അത് അറിയാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വാദി പ്രതിയാവാൻ ഇനി അധികം താമസമില്ല. മിസ്റ്റർ മുകുന്ദമേനോൻ പറഞ്ഞോളൂ. എനിക്ക് കേസ് ചാർജ് ചെയ്യട്ടെ? ചെയ്തോളൂ സർ. സനീഷിൽ നിന്നും പണം കൈക്കലാക്കിയതിന്റെ പിന്നിലെ കറുത്ത കൈ ആരുടേത്? ഇഷ്ടങ്ങൾക്കൊപ്പം മാത്രം സഞ്ചരിക്കുന്ന രജിതയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? സനീഷേട്ടനാണെങ്കിൽ എല്ലാ ദിവസവും കുടിച്ചിട്ടാ വരുന്നത്. എനിക്ക് മടുത്തു. മടുക്കുക തന്നെയാ വേണ്ടത്. മടുത്തു എന്ന് തോന്നുമ്പോ ഞങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇങ്ങോട്ട് വരിക. പിരിമുറുക്കങ്ങൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.
ഞാൻ ഈ സീരിയലിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒരു കഥാഗതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇതുവരെ കണ്ട കഥയേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഇനി സംഭവിക്കാനുണ്ട്. ഇനി വന്നത് ഏറ്റവും ആദ്യം മുതലേ വസുധ കാണുന്ന നിങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ തുടങ്ങാത്ത ആൾക്കാർ, ഈ അടുത്തിടയ്ക്ക് കണ്ടു തുടങ്ങിയവരൊക്കെ പിന്നെയും പോയി സെർച്ച് ചെയ്ത് ആദ്യ എപ്പിസോഡുകൾ മുതൽ കണ്ടുവരുന്നുണ്ട്. ടോട്ടൽ നമ്മൾ ഇതുവരെ ഇന്നീ ദിവസം വരെ നിങ്ങൾ കാണുമ്പോൾ എന്താണ് വസുധയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ആത്മാർത്ഥമായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തണമെങ്കിൽ അതും കൂടി സജസ്റ്റ് ചെയ്യൂ. നല്ലതാണെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം.